പ്രിയപ്പെട്ട സഖാക്കളെ, എല്ലാവരെയും വളരെ സ്നേഹോഷ്മളമായി അഭിവാദ്യം ചെയ്യുന്നു. കേരളത്തിലെ പത്രപ്രവർത്തന ചരിത്രത്തിലെ ധീരനായ പോരാളി സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ 106ാമത് ഓർമ്മദിനമാണ് ഇന്ന്. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് എത്രയോ മുമ്പ് അന്ന് നാട് ഭരിച്ചിരുന്ന മഹാരാജാവിൻ്റെ അപ്രീതിക്ക് പാത്രമായി തിരുവിതാംകൂറിൽ നിന്ന് എന്നേക്കുമായി നാട് കടത്തപ്പെട്ട, പിന്നീട് കേരളത്തിൻ്റെ വടക്കേ തലയ്ക്കൽ ദുരന്തപൂർണമായ ജീവിതം നയിച്ച് മരിക്കാൻ വിധിക്കപ്പെട്ട സ്വദേശാഭിമാനിയെക്കുറിച്ചാണ് നമ്മളിന്നിവിടെ സംസാരിക്കാൻ പോകുന്നത്. നമുക്കറിയാം, പൗരധർമ്മം എന്നതിൻ്റെ ഉൾക്കാമ്പ് തൊട്ടറിയുകയും അത് സ്വന്തം ജീവിതത്തിൽ ജീവശ്വാസം പോലെ കൊണ്ടു നടക്കുകയും ചെയ്ത മലയാള പത്രപ്രവർത്തന രംഗത്ത് ഏത് കാലത്തും ഉയർന്നു നിൽക്കുന്ന പേരുകളിൽ ഒന്നാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടേത്. അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനും ഭരണനിർവഹണത്തിലെ പോരായ്മകൾക്കും എതിരെ ശക്തിയുക്തം നിലകൊണ്ട സ്വദേശാഭിമാനിയുടെ ചരിത്രം ഇന്നത്തെ വർത്തമാനകാല സാഹചര്യത്തിൽ കൂടുതലായി നമ്മൾ അറിയേണ്ടതുണ്ട്. അതിനുള്ള ഒരു എളിയ ശ്രമമാണ് ഈ അനുസ്മരണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എന്നെ ശ്രവിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്യുന്നു. കേരളത്തിൻ്റെ ചരിത്രത്തിൽ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ സ്ഥാനം മഹത്തരമാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. നമുക്കറിയാം, അക്കാലത്ത് 3 ഭരണഖണ്ഡങ്ങളായിരുന്നു കേരളം. തിരുവിതാംകൂർ, കൊച്ചി എന്ന നാട്ടുരാജ്യങ്ങളും പിന്നെ ബ്രിട്ടീഷ് മലബാറും. തിരുവിതാംകൂറിലെ രാജാധികാരത്തെയും സേവകരുടെയും ഉദ്യോഗസ്ഥരുടെയും അഴിമതിയെ, അതുപോലെ തന്നെ അവരുടെ ദുരാധികാരത്തെയും എതിർത്തതിന് 1910 സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ രാജ്യദ്രോഹിയായി മുദ്രകുത്തി നാടുകടത്തപ്പെട്ടത്. ഈ ഒരു സംഭവം സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ അഖിലേന്ത്യാ പ്രശസ്തനാക്കി മാറ്റിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആദർശങ്ങളും ആശയങ്ങളും കേരളമാകെ വളരെ വലിയ സ്വാധീനം ചെലുത്തിയിട്ടാണ് അക്കാലത്ത് കടന്നുപോയിട്ടുള്ളത്. അതുകൊണ്ടാണ് ആധുനിക കേരള ചരിത്രത്തിൽ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ സ്ഥാനമെന്തെന്ന് പരിശോധിക്കാൻ നമ്മൾ തയ്യാറാവുന്നത്. തെക്കൻ കേരളത്തിലെ തെക്കേ അറ്റത്ത് നെയ്യാറ്റിൻകര താലൂക്കിൽ ഒരിടത്തരം നായർ കുടുംബത്തിലാണ് രാമകൃഷ്ണപിള്ളയുടെ ജനനം. നെയ്യാറ്റിൻകര ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്ന നരസിംഹൻ പോറ്റിയാണ് രാമകൃഷ്ണപിള്ളയുടെ അച്ഛൻ. അതേ ക്ഷേത്രത്തിലെ ജീവനക്കാരിയായിരുന്ന ചക്കിയമ്മയാണ് രാമകൃഷ്ണപിള്ളയുടെ അമ്മ. വളരെയേറെ ഇല്ലായ്മകളും വല്ലായ്മകളും സഹിച്ചാണ് രാമകൃഷ്ണപിള്ളയുടെ ബാല്യം കടന്നു പോയിട്ടുള്ളത്. കുട്ടിക്കാലത്ത് വളരെ മിതഭാഷിയായിരുന്നു രാമകൃഷ്ണപിള്ള എന്നത് പലരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ശാന്തശീലനായ രാമകൃഷ്ണപിള്ള മെട്രിക്കുലേഷൻ പരീക്ഷ ജയിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ അധ്യാപകൻ ചോദിച്ചത് തന്നെ ഉറക്കം തൂങ്ങി ജയിച്ചോ എന്നാണത്രേ. ശാന്തനായി ഉറക്കം തൂങ്ങിയ പോലെ ക്ലാസ് മുറിയുടെ മൂലയിൽ ഒതുങ്ങി കുടുങ്ങിയ ആ വിദ്യാർത്ഥിയുടെ മനസ്സ് പലതര വികാര വിചാരങ്ങളിൽ പ്രക്ഷുബ്ധമായിരുന്നു എന്ന് അക്കാലങ്ങളിൽ ആരും കരുതി കാണുന്നില്ല എന്ന് പറയപ്പെടുന്നുണ്ട്. അതോടൊപ്പം അന്ന് ലഭ്യമായിരുന്ന എല്ലാ പുസ്തകങ്ങളും പത്രമാസികകളും ഉത്സാഹത്തോടെ വായിച്ച് നേടിയ അറിവും തൻ്റെ ചുറ്റുപാടിൽ നടക്കുന്ന എല്ലാ വിഷയങ്ങളും കണ്ടും കേട്ടും കിട്ടുന്ന വിവരങ്ങൾ ആ മൗനിയായ വിദ്യാർത്ഥി സ്വാംശീകരിച്ച് എടുത്തിരുന്നു എന്നത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ പോലും വളരെ വൈകിയാണ് മനസ്സിലാക്കിയതെന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കൗമാരത്തിലെ തന്നെ കവിത എഴുതുന്നതിലും ലേഖനം എഴുതുന്നതിലും രാമകൃഷ്ണപിള്ള അതീവ തൽപരനായിരുന്നു പറയപ്പെടുന്നുണ്ട്. തൻ്റെ എഴുത്തിൻ്റെ ഹരിശ്രീ കുറിച്ചത് കവിതകളും ലേഖനങ്ങളും ചെറിയ മാസികകൾക്ക് അയച്ചു കൊടുത്തുകൊണ്ടാണെന്നും നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. എഴുതി തുടങ്ങിയ ലേഖനങ്ങളെല്ലാം വളരെ സ്ഫോടനാത്മകങ്ങൾ തന്നെയായിരുന്നു. അക്കാലത്ത് നെയ്യാറ്റിൻകര കോടതിയിലെ ഒരു മുൻസിഫ്
കക്ഷികളിൽ നിന്നും വക്കീലന്മാരിൽ നിന്നും ജാമ്യം അനുവദിക്കുന്നതിന് വേണ്ടി ചെറിയ തോതിൽ കൈക്കൂലി വാങ്ങുന്നതിനെക്കുറിച്ച് രാമകൃഷ്ണപിള്ള എഴുതിയ ഒരു ലേഖനം അക്കാലത്ത് വലിയ കോലാഹലങ്ങളിലേക്കാണ് അക്കാലത്ത് അത് വഴി തുറന്നു വിട്ടത് എന്ന് നമുക്കും അദ്ദേഹത്തിന്റെ ചരിത്രവായനയിൽ കാണാൻ സാധിക്കും. രാമകൃഷ്ണപിള്ളയ്ക്ക് 16 വയസ്സായപ്പോഴേക്കും വായനക്കാരനും എഴുത്തുകാരനും പത്രപ്രവർത്തകനും എന്ന നിലയിൽ പ്രായത്തിൽ കവിഞ്ഞ പക്വത അദ്ദേഹം നേടുകയുണ്ടായിട്ടുണ്ട്. തിരുവനന്തപുരം കോളേജിലെ പഠനകാലത്ത് സാഹിത്യത്തിൽ ശോഭിച്ചിരുന്ന പലരും രാമകൃഷ്ണപിള്ളയുടെ സുഹൃത്തുക്കളായി മാറിയിട്ടുണ്ട് ആ കാലങ്ങളിൽ. ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള, ഉള്ളൂർ എസ് പരമേശ്വരൻ നായർ, CV രാമൻപിള്ള, അങ്ങനെ പലരും രാമകൃഷ്ണപിള്ളയുടെ അടുത്ത സുഹൃത്തുക്കളായി അക്കാലത്ത് മാറിയിട്ടുണ്ട്. രാമകൃഷ്ണപിള്ള നല്ല സുഹൃത്തുക്കളെ നേടിയെടുത്തതിനൊപ്പം തന്നെ എതിരാളികളെയും നേടിയെടുക്കാൻ ഈ കാലയളവിൽ രാമകൃഷ്ണപിള്ളയ്ക്ക് കഴിഞ്ഞു. എതിരാളികൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ എഴുത്തിനോടുള്ള വിയോജിപ്പ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നിലപാടുകളോടുള്ള വിയോജിപ്പ്. ഇത് സുഹൃത്തുക്കളെക്കാൾ കൂടുതൽ എതിരാളികളെ സൃഷ്ടിക്കാനാണ് വഴിവെച്ചതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇത്തരം സുഹൃത്ത് ബന്ധങ്ങൾക്കും പത്രപ്രവർത്തനവുമായിട്ട് അദ്ദേഹം മുന്നോട്ട് പോകുമ്പോൾ രാമകൃഷ്ണപിള്ള ഏറെ മോഹിച്ചിരുന്ന ഒരു പത്രാധിപ സ്ഥാനം യാദൃശികമായിട്ടാണ് അദ്ദേഹത്തിന് വന്നുപെട്ടത്. രാമകൃഷ്ണപിള്ളയുടെ ബുദ്ധിയും കഴിവും മനസ്സിലാക്കിയ പരമേശ്വരൻ പിള്ള എന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ അദ്ദേഹം തൻ്റെ പത്രത്തിൻ്റെ പത്രാധിപനായിട്ട് രാമകൃഷ്ണപിള്ളയെ നിയമിച്ചു. കേരള ദർപ്പണം എന്ന വാർത്താ പത്രികയായിരുന്നത്. 1899 ഈ സംഭവം. ഈ സമയത്ത് തന്നെയാണ് രാമകൃഷ്ണപിള്ളയുടെ പല വിവാദമായ എഴുത്തുകൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ അസ്വസ്ഥത സൃഷ്ടിച്ചത്. പ്രത്യേകിച്ച് അമ്മാവൻ്റെ ഭരണത്തിന് കീഴിലായിരുന്നു ആ കുടുംബം. കേരള പത്രികയുടെ പത്രാധിപ സ്ഥാനം ഏറ്റെടുത്തതോടെ അമ്മാവൻ രാമകൃഷ്ണപിള്ളയെ തറവാട്ടിൽ നിന്ന് പുറത്താക്കി. ഈ ഒരു സംഭവം തൻ്റെ സ്വതന്ത്രമായ ചിന്തയുടെ മറ്റൊരു പടവായിട്ടാണ് അദ്ദേഹം ഈ ഒരു സംഭവത്തെ കണ്ടിട്ടുള്ളത്. ഇതിനിടയിൽ രാമകൃഷ്ണപിള്ളയുടെ വിവാഹം നടന്നു. തൻ്റെ അനന്തരവളായ നാണിക്കുട്ടിയെയാണ് രാമകൃഷ്ണപിള്ള വിവാഹം കഴിച്ചത്. പ്രണയ വിവാഹമായിരുന്നു അത്. അമ്മാവൻ്റെ എതിർപ്പുകൾ വകവയ്ക്കാതെയാണ് ഈ പ്രണയ വിവാഹം നടന്നത്. ഈ വിവാഹ ജീവിതം ആനന്ദകരമായി മുന്നോട്ട് പോകുമ്പോൾ 1904 അദ്ദേഹത്തിൻ്റെ ഭാര്യ നാണിക്കുട്ടി അന്തരിച്ചു. തുടർന്നാണ് വിദ്യാസമ്പന്നയും സാഹിത്യകാരിയുമായ കല്യാണി അമ്മയെ 1905 രാമകൃഷ്ണപിള്ള വിവാഹം കഴിച്ചത്. പ്രിയപ്പെട്ടവരെ, രാമകൃഷ്ണപിള്ളയുടെ ദുരിതത്തിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും കാലത്ത് അദ്ദേഹത്തിന് ആശ്വാസപ്രധാനിയായത് കല്യാണിക്കുട്ടി അമ്മയാണ്. 20-ാം വയസ്സിൽ രാമകൃഷ്ണപിള്ള കേരള ദർപ്പണത്തിൻ്റെ പത്രാധിപത്യം ഏറ്റെടുക്കുമ്പോൾ 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിന് ഒരു വർഷം ബാക്കിയായിരുന്നു. നമുക്കറിയാം, കേരള സമൂഹത്തിൽ മാറ്റങ്ങളുടെ കാറ്റ് വീശി തുടങ്ങിയ കാലമായിരുന്നു അത്. നൂറ്റാണ്ടുകളായി അയിത്തം കൽപ്പിച്ച് അകറ്റി നിർത്തിയ ഒരു ജനത, ആ ജനത പതുക്കെ ഉണരാൻ തുടങ്ങിയൊരു കാലം. അതിൻ്റെ ആദ്യ വെടിപൊട്ടിയത് 1888 അരുവിപ്പുറത്താണ്. ഏതാണ്ട് ഇതേ സമയത്ത് വേദങ്ങൾ പഠിക്കാൻ ബ്രാഹ്മണർക്ക് മാത്രമല്ല ഏവർക്കും അവകാശമുണ്ടെന്ന വാദവുമായി ഒരു സന്യാസി എത്തി. അദ്ദേഹത്തിൻ്റെ പേരാണ് ചട്ടമ്പി സ്വാമികൾ. മറ്റൊരു ധീരനായകൻ ചെയ്തതെന്താണ്? പൊതുവഴിയിലൂടെ സവർണ മേധാവിത്വത്തെ വെല്ലുവിളിച്ചുകൊണ്ട് വില്ലുവണ്ടി യാത്ര നടത്തി. അദ്ദേഹത്തിൻ്റെ പേരാണ് മഹാനായ അയ്യങ്കാളി. അങ്ങനെ പരിവർത്തനത്തിന് തുടക്കം കുറിച്ച ആ കാലഘട്ടത്തിൽ പലതും കണ്ടും കേട്ടുമാണ് രാമകൃഷ്ണപിള്ള തൻ്റെ അറിവുകൾക്ക് അടിത്തറ ഇട്ടത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. രാമകൃഷ്ണപിള്ള കേരള ദർപ്പണത്തിൻ്റെ പത്രാധിപനായി ചുമതലയേറ്റ ശേഷം ആദ്യം എഴുതിയ മുഖപ്രസംഗത്തിൻ്റെ പേര് പത്രങ്ങളുടെ ചുമതല എന്നാണ്. ഒരു പത്രം ഏത് രീതിയിൽ സമൂഹത്തിന് ഗുണകരമാകണമെന്നും ഒരു പത്രാധിപന്റെ ചുമതല എന്നത് അത് സത്യസന്ധതയാണെന്നും അദ്ദേഹം തൻ്റെ ആദ്യ ലേഖനത്തിലൂടെ തന്നെ പ്രഖ്യാപിക്കുകയുണ്ടായി. തൻ്റെ ജീവിത ദൗത്യം വളരെ വ്യക്തമായി തന്നെ ആ ലേഖനത്തിലൂടെ രാമകൃഷ്ണപിള്ള സമൂഹത്തിന് മുന്നിൽ തുറന്നു വെച്ചു. ഞാൻ നേരത്തെ പറഞ്ഞു രാമകൃഷ്ണപിള്ളയെ വീട്ടിൽ നിന്ന് പുറത്താക്കിയതിനെ കുറിച്ച്. തുടർന്ന് പഠിപ്പും പത്രപ്രവർത്തനവുമായി അദ്ദേഹം മുന്നോട്ട് പോയി. പല ദിവസവും ആഹാരത്തിന് പോലും അദ്ദേഹം ബുദ്ധിമുട്ടിയതായി പറയപ്പെടുന്നുണ്ട്. കേരള ദർപ്പണം എന്ന പത്രമാസിക അപ്പോഴേക്കും സാഹിത്യ സാംസ്കാരിക രംഗത്തെ പ്രഗത്ഭരുടെ സംഗമ വേദിയായി മാറി. നിരവധി സാഹിത്യ കൃതികളാണ് അക്കാലത്ത് കേരള ദർപ്പണത്തിൽ അച്ചടിച്ച് പുറത്തു വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ കേരള ദർപ്പണം കൂടുതലായും സാഹിത്യ കൃതികൾക്ക് തന്നെയായിരുന്നു ഊന്നൽ കൊടുത്തിരുന്നത്.
പക്ഷേ രാമകൃഷ്ണപിള്ളയുടെ മനസ്സ് സാഹിത്യത്തെക്കാൾ ഉപരി മറ്റ് ചിന്തകളായിരുന്നു. എന്തായിരുന്നു ആ ചിന്തകൾ? മൂത്തുമുരടിച്ച സാമൂഹ്യ തിന്മകൾ, രാജഭരണത്തിന് കീഴിലെ അഴിമതികൾ, അക്കാലത്ത് നിലനിന്നിരുന്ന അനാചാരങ്ങൾ, ഇതിനെതിരെ എഴുതാനുള്ളൊരു മനസ്സായിരുന്നു അക്കാലത്ത് രാമകൃഷ്ണപിള്ളയുടേത്. പക്ഷേ അതിനുള്ളൊരു വേദി അല്ലെങ്കിൽ ഒരു സാഹചര്യം കേരള ദർപ്പണത്തിൽ ഉണ്ടായിരുന്നില്ല. ഇതേ തുടർന്ന് സി കൃഷ്ണപിള്ളയുടെ നിർദ്ദേശാനുസരണം ഉപാധ്യായൻ എന്ന മാസികയുടെ പത്രാധിപത്യ സ്ഥാനം രാമകൃഷ്ണപിള്ള ഏറ്റെടുത്തു. പക്ഷേ അതും അധികകാലം മുന്നോട്ട് പോയില്ല. തുടർന്നാണ് കേരള പഞ്ചിക എന്ന പത്രത്തിന്റെ പത്രാധിപനായിട്ട് രാമകൃഷ്ണപിള്ള മാറിയത്. കേരള ദർപ്പണത്തിൽ എഴുതിയതുപോലെ തന്നെ പത്രധർമ്മത്തെക്കുറിച്ചാണ് കേരള പഞ്ചികയിലും അദ്ദേഹം എഴുതിയ ആദ്യ ലേഖനം. അദ്ദേഹം എഴുതിയത് നോക്കൂ, പത്രങ്ങൾക്ക് പ്രധാനമായും രണ്ട് കടമകളാണ്. ഒന്ന്, ജനത്തിന്റെ അഭിപ്രായത്തെ സ്വരൂപപ്പെടുത്തുക. രണ്ടാമത്, ജനസാമാന്യത്തിന്റെ അഭിപ്രായത്തെ അനുവർത്തിക്കുക. ഇതിൽ അദ്ദേഹം പറയുന്നത് ഇതിൽ പ്രധാനമായും ഒന്നാമത്തെ കാര്യമാണ്. അതായത് ജനത്തിന്റെ അഭിപ്രായം സ്വരൂപപ്പെടുത്തുകയാണ് ഏറ്റവും പ്രധാനമായി നിർവഹിക്കേണ്ടത് എന്നാണ് രാമകൃഷ്ണപിള്ള അഭിപ്രായപ്പെട്ടത്. പ്രിയപ്പെട്ടവരെ, ജനങ്ങളിൽ അഭിപ്രായം രൂപപ്പെടുത്തുന്നതിലും സമൂഹത്തിലെ തിന്മകൾക്കെതിരെ പ്രതികരിക്കാനുമാണ് കേരള പഞ്ചികയെ രാമകൃഷ്ണപിള്ള ഉപയോഗപ്പെടുത്തിയെന്ന് നമുക്ക് ചരിത്ര വായനയിൽ നമുക്ക് കാണാൻ കഴിയും. ഏത് രാജ്യവും പുരോഗതി കൈവരിക്കണമെങ്കിൽ പ്രധാനമായും കച്ചവടങ്ങൾക്കുള്ള സ്ഥാനം വളരെ വലുതാണെന്ന അഭിപ്രായക്കാരനായിരുന്നു രാമകൃഷ്ണപിള്ള. അക്കാലത്തെ കലാലയ വിദ്യാഭ്യാസത്തിൽ ഈ ഒരു രീതി പ്രോത്സാഹിപ്പിക്കാതിരുന്ന നടപടിയെ വിമർശിച്ചുകൊണ്ട് രാമകൃഷ്ണപിള്ള എഴുതിയത് നോക്കൂ. ബ്രിട്ടീഷുകാർ കച്ചവടം കൊണ്ടാണ് ആക്രമണത്തിനും തുടർന്നുണ്ടായ ജയത്തിനും അവർ അടിസ്ഥാനം എന്നാണ് രാമകൃഷ്ണപിള്ളയുടെ അഭിപ്രായം. തുടർന്ന് പല രാജ്യങ്ങളുടെ കച്ചവട തന്ത്രം അദ്ദേഹം വിശദമായിട്ട് ആ ലേഖനത്തിൽ വിവരിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ ചെറിയ കച്ചവടങ്ങളെ പ്രോത്സാഹിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും ഗവൺമെന്റിനോടുള്ള ഒരു നിർദ്ദേശമായിട്ടും ഒപ്പം ഒരു വിമർശനവുമായിട്ടാണ് കേരള പഞ്ചികയിലെ ലേഖനത്തിലൂടെ അദ്ദേഹം സമൂഹ മധ്യത്തിൽ ഈ കാര്യം അദ്ദേഹം എത്തിച്ചതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. രാമകൃഷ്ണപിള്ള അക്കാലത്ത് കേരള പഞ്ചികയിൽ എഴുതിയ പല ലേഖനങ്ങളും വിവാദങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ ആറാട്ടെഴുന്നള്ളിപ്പിന് നായർ സ്ത്രീകൾ മാറുമറയ്ക്കാതെ അകമ്പടി സേവിക്കണമെന്ന ആചാരത്തെ ശക്തമായ ഭാഷയിൽ തന്നെ അദ്ദേഹം അക്കാലത്ത് എതിർത്തുകൊണ്ട് കേരള പഞ്ചികയിൽ എഴുതി. അത് പിന്നീട് വലിയ വിവാദങ്ങളിലേക്കാണ് വഴി തുറന്നത്. രാമകൃഷ്ണപിള്ള കേരള പഞ്ചികയിൽ എഴുതിയ പല ലേഖനങ്ങളും സാഹിത്യ സാംസ്കാരിക ഭരണരംഗങ്ങളിൽ വലിയൊരു ചലനം തന്നെയാണ് സൃഷ്ടിച്ചത്. ഇതുമൂലം ഗവൺമെന്റിന്റെ പല എതിർപ്പുകളും അദ്ദേഹത്തിന് നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഇതിന്റെ ഫലമായി പത്രത്തിന്റെ ഉടമ രാമകൃഷ്ണപിള്ളയോട് വിമർശനാത്മകമായ ലേഖനങ്ങൾ കുറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഇതേ തുടർന്ന് 1903 കേരള പഞ്ചികയിലെ പത്രാധിപ സ്ഥാനം തന്നെ അദ്ദേഹം രാജിവെച്ചു. തുടർന്ന് നസ്രാണി ദീപിക, മലയാളി എന്നീ പത്രങ്ങളിൽ ഗവൺമെന്റിനെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹം അക്കാലത്ത് പല ലേഖനങ്ങളും രാമകൃഷ്ണപിള്ള പുറത്തുവിട്ടുകൊണ്ടിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇതിനിടയിൽ രാമകൃഷ്ണപിള്ളയുടെ പ്രഭാഷണങ്ങളും എഴുത്തും വിവിധ വിഷയങ്ങളിലുള്ള അറിവും സാഹിത്യ നിരൂപണവും ഇതെല്ലാം കൊണ്ട് തന്നെ രാമകൃഷ്ണപിള്ളയെ കേരളക്കരയാകെ ഒന്നാകെ അറിയപ്പെടാൻ തുടങ്ങിയിരുന്നു. പിന്നീടാണ് ഞാൻ നേരത്തെ പറഞ്ഞ മലയാളി എന്ന പത്രത്തിന്റെ പത്രാധിപ ചുമതല അദ്ദേഹം ഏറ്റെടുത്തത്. ഈ പത്രത്തിന്റെ ചുമതല ഏറ്റെടുത്തതിന് ശേഷം മധ്യ തിരുവിതാംകൂറിന്റെ പല ഭാഗങ്ങളിലും രാമകൃഷ്ണപിള്ളയ്ക്ക് സഞ്ചരിക്കേണ്ടതായി വന്നിട്ടുണ്ട് അക്കാലത്ത്. ഈ യാത്രയുടെ ഫലമായി ജാതി ഭേദമെന്നെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അത് നേരിട്ട് കണ്ടറിയാനും മനസ്സിലാക്കാനും രാമകൃഷ്ണപിള്ളയ്ക്ക് സാധിച്ചു. മലയാളി എന്ന പത്രത്തിൽ കേരളം എന്ന തൂലികാ നാമത്തിലാണ് രാമകൃഷ്ണപിള്ള എഴുതിയിരുന്നത്. തീപാറുന്ന ലേഖനങ്ങളാണ് മലയാളിയിലൂടെയും രാമകൃഷ്ണപിള്ള സമൂഹത്തിൽ എത്തിച്ചിരുന്നത്. കളക്ടർ മാധവൻ പിള്ളയുടെ നടപടി ദൂഷ്യങ്ങൾ എന്ന ലേഖനം അക്കാലത്ത് ഏറെ വിവാദമായിട്ടെന്ന് പറയപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ വണ്ടിക്കുത്തകയുടെ ക്രമക്കേട് എന്ന ലേഖനവും യുവാക്കളെ വഴിതെറ്റിക്കുന്ന വിധത്തിൽ നർത്തകിയായ ബാലാമണിയുടെ പ്രകടനവും ദിവാൻ ഉൾപ്പെടെയുള്ളവർ ബാലാമണിക്ക് നൽകിയ സമ്മാനങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ തന്നെ വളരെ രൂക്ഷമായി തന്നെ തൻ്റെ എതിർപ്പുകൾ തൻ്റെ എഴുത്തിലൂടെ രാമകൃഷ്ണപിള്ള സമയാസമയങ്ങളിൽ പുറത്തുവിട്ടിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. സ്വാഭാവികമായും കേരള പഞ്ചികയുടെ അതേ അവസ്ഥ തന്നെയാണ് രാമകൃഷ്ണപിള്ളയ്ക്ക് ഇവിടെയും നേരിടേണ്ടി വന്നത്. മലയാളിയുടെ ഉടമസ്ഥന് സർക്കാരിൽ നിന്ന് താക്കീത് കിട്ടി. അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് മലയാളിയിൽ നിന്ന് രാമകൃഷ്ണപിള്ള രാജിവെച്ച് ഇറങ്ങിപ്പോന്നു.
ഇത്തരം സംഭവങ്ങൾ കൊണ്ടൊന്നും രാമകൃഷ്ണ പിള്ള തളർന്നില്ല എന്ന് മാത്രമല്ല, രാജഭരണത്തിലെ അഴിമതിയും ധൂർത്തും ഇതെല്ലാം പുറത്തെത്തിക്കണമെങ്കിൽ ഒരു പത്രം കൂടിയേ കഴിയൂ എന്ന ചിന്ത രാമകൃഷ്ണ പിള്ളയിൽ രൂപപ്പെട്ടു വന്നത്. അങ്ങനെയാണ് 1905 കേരളം എന്ന മാസിക സ്വന്തം നിലയിൽ അദ്ദേഹം പുറത്തിറക്കിയത്. ഒരു പ്രസ്താവനയോടുകൂടിയാണ് അതിൻ്റെ ആദ്യ ലക്കം പുറത്തിറങ്ങിയത്. ആ പ്രസ്താവന എന്ന് പറഞ്ഞാൽ അത് മാസികയെക്കുറിച്ച് തന്നെയാണ്. നോക്കൂ, അദ്ദേഹം എഴുതിയത്: രാജകാര്യങ്ങൾ, സമുദായ കാര്യങ്ങൾ, വിദ്യാഭ്യാസം, സാഹിത്യം മുതലായ വിഷയങ്ങൾ സ്വതന്ത്ര ബുദ്ധിയോടുകൂടി പ്രതിപാദിക്കാനാണ് ഈ പത്രിക ഉപയോഗിക്കുക എന്ന പ്രസ്താവന അദ്ദേഹം കേരളത്തിന്റെ ആദ്യ ലക്കത്തിൽ തന്നെ എഴുതി. തുടർന്ന് കേരളന്റെ ഓരോ ലക്കവും അന്നത്തെ സാമുദായിക പ്രമാണികൾക്കും രാജകീയ ഉദ്യോഗസ്ഥർക്കും കണ്ണിലെ കരടായിട്ടാണ് അക്കാലത്ത് അനുഭവപ്പെട്ടത് എന്ന് പറയപ്പെടുന്നുണ്ട്. ഇതിനിടയിൽ സർക്കാർ ചെയ്തിരുന്ന പല നല്ല കാര്യങ്ങളെ പ്രകീർത്തിക്കാനും ദുഷ്പ്രവർത്തനങ്ങളെ നിശിതമായി വിമർശിക്കാനും രാമകൃഷ്ണപിള്ള തയ്യാറായി എന്നത് നമുക്ക് കാണാൻ സാധിക്കും. രാമകൃഷ്ണപിള്ളയുടെ കേരളനിൽ അദ്ദേഹത്തിന്റെ ഗുരുവായ കെ നാരായണ ഗുരുക്കൾ അക്കാലത്ത് ഒരു നോവൽ എഴുതി. ഉദയഭാനു എന്നായിരുന്നു ആ നോവലിന്റെ പേര്. ഉദയഭാനു എന്ന നോവല് ഒരു രാഷ്ട്രീയ നോവലാണ്. കേരളനിൽ അടിച്ചു വന്ന ഉദയഭാനു എന്ന നോവലില് രാജകീയ ഉദ്യോഗസ്ഥന്മാരെയും അവരുടെ പണിയാളുകളെയും നിശിതമായി തന്നെ നോവലിസ്റ്റായ നാരായണൻ ഗുരുക്കൾ വിമർശിക്കുന്നുണ്ട്. രണ്ടാം ഭാരത യുദ്ധമായി സങ്കല്പിച്ചുകൊണ്ട് മഹാഭാരതത്തിലെ കഥാപാത്രങ്ങളിലൂടെയാണ് ഉദയഭാനു എന്ന നോവല് മുന്നോട്ട് പോകുന്നത്. ധർമ്മപക്ഷത്തിന്റെ പ്രതിനിധിയായി ഉദയഭാനുവും, ധൃതരാഷ്ട്രയായി ശ്രീമൂലം തിരുനാളും, ശകുനിയായി ദിവാൻ രാജഗോപാലാചാരിയും. വേറെന്ത് വേണം ഗവൺമെന്റിനെ ചൊടിപ്പിക്കാൻ? ഗ്രന്ഥകർത്താവിന്റെ പേര് പ്രസിദ്ധീകരിക്കാതെയാണ് ആ നോവല് പുറത്തു വന്നത്. ഇതോടെ രാമകൃഷ്ണ പിള്ളയോടുള്ള ഗവൺമെന്റിന്റെ എതിർപ്പിന്റെ ശക്തി ഒന്നുകൂടി വർദ്ധിച്ചു. ഇതേ തുടർന്നാണ് രാമകൃഷ്ണ പിള്ളയെ പറ്റി സമഗ്രമായ അന്വേഷണം നടത്താൻ ഭരണാധികാരികൾ തയ്യാറായത്. ഉദയഭാനുവിന്റെ പ്രസിദ്ധീകരണത്തോടെ രാജ്യത്ത് നടക്കുന്ന സംഭവങ്ങളും തിരുവിതാംകൂറിലെ അഴിമതികളും സ്വേച്ഛാധിപത്യ പ്രബുദ്ധമെല്ലാം ജനങ്ങളിൽ നേരിട്ടെത്തിക്കാൻ തൻ്റെ കേരളം എന്ന മാസിക പോരാ, ഒരു പത്രം തന്നെ വേണമെന്ന ചിന്തയിലേക്ക് രാമകൃഷ്ണപിള്ള എത്തപ്പെട്ടത്. അതിന് അധിക നാള് രാമകൃഷ്ണപിള്ളയ്ക്ക് കാത്തിരിക്കേണ്ടി വന്നില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മുസ്ലിം സമുദായത്തിലെ ഉത്തേജകനും പണ്ഡിതനും ഉൽപ്പത്തിഷ്ണുവുമായ വക്കം മൗലവി എന്ന വക്കം അബ്ദുൽ ഖാദർ സാഹിബ് തൻ്റെ സ്വദേശാഭിമാനി എന്ന പത്രത്തിന്റെ പത്രാധിപനാവാൻ രാമകൃഷ്ണപിള്ളയെ ക്ഷണിച്ചു. അതിനോടകം രാമകൃഷ്ണപിള്ളയെക്കുറിച്ച് കൂടുതൽ കേട്ടറിഞ്ഞ മൗലവിക്ക് രാമകൃഷ്ണപിള്ളയോട് ഒരു പ്രത്യേക ഇഷ്ടം തന്നെ ഉണ്ടായിരുന്നു. തൻ്റെ പത്രത്തിന്റെ പൂർണ്ണ സ്വാതന്ത്ര്യം തന്നെയാണ് മൗലവി രാമകൃഷ്ണപിള്ളയെ ഏൽപ്പിച്ചത്. അതോടെ രാമകൃഷ്ണപിള്ള സ്വദേശാഭിമാനിയുടെ പത്രാധിപനായി മാറി. പ്രിയപ്പെട്ടവരെ, 21-ാം വയസ്സിൽ കേരള ദർപ്പണത്തിന്റെയും 28-ാം വയസ്സിൽ സ്വദേശാഭിമാനിയുടെയും പത്രാധിപനായ രാമകൃഷ്ണപിള്ള ഈ കാലയളവിനുള്ളിൽ അദ്ദേഹം എഴുതിയ ലേഖനങ്ങളും നിരൂപണങ്ങളും പൊതുസമൂഹത്തിൽ വളരെ ചലനങ്ങളാണ് സൃഷ്ടിച്ചതെന്ന് നമുക്ക് അദ്ദേഹത്തിന്റെ ചരിത്ര വായനയിൽ കാണാൻ സാധിക്കും. പത്രം എന്ന ആയുധത്തിലൂടെ സമൂഹത്തെ ചലനാത്മകമാക്കാമെന്ന് രാമകൃഷ്ണപിള്ളയ്ക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അക്കാലത്തെ പത്രങ്ങൾ രാജപ്രീതി പിടിച്ചു പറ്റാൻ കാണിച്ചിരുന്ന പൊള്ളത്തരങ്ങൾ പൊളിച്ചു കളയണമെന്ന് രാമകൃഷ്ണപിള്ള തീരുമാനിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മറ്റെല്ലാ പത്രാധിപ സ്ഥാനം അദ്ദേഹം വഹിച്ചപ്പോൾ എഴുതിയതുപോലെ തന്നെ സ്വദേശാഭിമാനിയുടെ മുഖപ്രസംഗത്തിലും രാമകൃഷ്ണപിള്ള ആദ്യം എഴുതിയത് പത്രങ്ങളുടെ ചുമതലകളെ കുറിച്ചാണ്. മലയാള പത്രപ്രവർത്തന രംഗത്തെ തിളക്കമാർന്ന ഒരു പുതിയ അധ്യായമായിരുന്നു സ്വദേശാഭിമാനി പത്രം. അതിന് കാരണം പത്ര ഉടമയും പത്രാധിപനും സമൂഹ നന്മയ്ക്കും അഴിമതിക്കുമെതിരെ നിലകൊണ്ടവരാണ്. അവര് ഒരേ മനസ്സിന് ഉടമകളായിരുന്നു നമുക്ക് കാണാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, രാമകൃഷ്ണപിള്ള സ്വദേശാഭിമാനിയിലൂടെ നടത്തിയത് ഒരു കുരിശു യുദ്ധം തന്നെയാണെന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അതിലേക്ക് പ്രവേശിക്കും മുന്നേ സ്വദേശാഭിമാനി പത്രത്തിന്റെ ചരിത്രത്തിലേക്ക് നമുക്കൊന്ന് കടന്നു നോക്കാം. 1905 ജനുവരി 19 വക്കം മുഹമ്മദ് അബ്ദുൽ ഖാദർ മൗലവി പത്രം തുടങ്ങുമ്പോൾ നടത്തിയ ഒരു പ്രഖ്യാപനമുണ്ട്. ആ പ്രഖ്യാപനം ഇങ്ങനെയാണ്: ഞാനൊരു കച്ചവടക്കാരനല്ല, സാമൂഹ്യ സേവനവും രാജ്യസേവനവുമാണ് ഞാൻ ഈ പത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എനിക്ക് വേണ്ട പരമമായ ലാഭം പണമല്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് എനിക്കല്ല, എൻ്റെ രാജ്യത്തിന് കിട്ടണമെന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം. അതുമാത്രം മതി എനിക്ക്. പ്രിയപ്പെട്ടവരെ, ഈ വാക്കുകൾ എഴുതിയ
വക്കം അബ്ദുൽ ഖാദർ മൗര്യയുടെ പത്രത്തിലേക്കാണ് തൂലിക പടവാളാക്കിയ രാമകൃഷ്ണപിള്ള കയറി ചെന്നത്. ആദ്യകാലത്ത് 5 തെങ്ങ് എന്ന സ്ഥലത്തു നിന്നായിരുന്നു സ്വദേശാഭിമാനി പുറത്തു വന്നിരുന്നത്. 1906 ജനുവരി 17 സ്വദേശാഭിമാനി പത്രത്തിന്റെ നയം സംബന്ധിച്ചുള്ള ലേഖനം പുറത്തു വന്നത്. ആ നയം ഇങ്ങനെയായിരുന്നു: പൊതുജനങ്ങളുടെ ഹിതത്തെയും അവകാശങ്ങളെയും ഗവൺമെന്റിനെ ധരിപ്പിക്കുന്നതിലും ഗവൺമെന്റിന്റെ നടപടികളെ പൊതുജനങ്ങളെ അറിയിക്കുന്നതിലും ഞങ്ങളാൽ കഴിയുന്ന വിധം ജാഗരൂകരാവും എന്നാണ് സ്വദേശാഭിമാനി പത്രത്തിന്റെ നയം അല്ലെങ്കിൽ നിലപാട് എന്ന രീതിയിൽ പുറത്തു വന്നത്. സ്വദേശാഭിമാനി പത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത, മലയാള പത്രങ്ങളിൽ ആദ്യമായിട്ട് വിദേശ വാർത്തകൾ പ്രസിദ്ധീകരിക്കാൻ റോയിട്ടറുമായി ബന്ധം സ്ഥാപിച്ച പത്രം സ്വദേശാഭിമാനിയാണ്. 1907 പ്രസ്സും പത്രവും തിരുവനന്തപുരത്തേക്ക് മാറ്റി ആദ്യം ദ്വൈവാരികയായും പിന്നീട് ത്രൈവാരികയായും അതിനുശേഷം പ്രതിദിന പത്രവുമായി സ്വദേശാഭിമാനി വളർന്നു വന്നു എന്നാണ് ചരിത്രം. അഴിമതിയുടെ കൂത്തരങ്ങായ തിരുവിതാംകൂർ ഭരണകൂടത്തിനെതിരെ മിണ്ടാൻ കഴിയാതെ ആളുകൾ വീർപ്പുമുട്ടുമ്പോഴാണ് സ്വദേശാഭിമാനിയിലൂടെ വിമർശനത്തിന്റെ ശരങ്ങളുമായി രാമകൃഷ്ണപിള്ള എത്തിയത്. അതോടെ ശബ്ദിക്കാൻ കഴിയാത്തവന്റെ നാവായി മാറുകയായിരുന്നു സ്വദേശാഭിമാനി. അക്കാലങ്ങളിൽ സ്വദേശാഭിമാനിയിൽ വന്നിരുന്ന മുഖപ്രസംഗങ്ങളും ലേഖനങ്ങളും അധികാര കേന്ദ്രങ്ങളെ പിടിച്ചുലയ്ക്കും വിധം തന്നെയായിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. നോക്കൂ, അദ്ദേഹം അക്കാലത്ത് എഴുതിയ ലേഖനങ്ങൾ ബംഗാൾ വിഭജനത്തെക്കുറിച്ച്, ലാജ്പത് റായിയുടെ നാടുകടത്തൽ എന്നിവയ്ക്ക് വളരെ ശക്തമായ ഭാഷയിൽ തന്നെയാണ് സ്വദേശാഭിമാനിയോട് അദ്ദേഹം ലേഖനങ്ങൾ എഴുതിയിട്ടുള്ളത്. ലാജ്പത് റായിയെ നാടുകടത്തിയ പ്രതിഷേധം എന്നും നിറഞ്ഞു നിൽക്കുമ്പോൾ മലബാറിലെത്തിയ മദ്രാശി ഗവർണർക്ക് സൽക്കാരം കൊടുത്തതിനെതിരെ അദ്ദേഹത്തിന്റെ അടുത്ത ലേഖനം പുറത്തു വന്നു. അന്നത്തെ ദിവാനായിരുന്ന എസ് ഗോപാലാചാരിയെ തന്റെ എഴുത്തിലൂടെ രൂക്ഷ വിമർശനത്തിനാണ് അദ്ദേഹം വിധേയമാക്കിയത്. നോക്കൂ, അദ്ദേഹം എഴുതിയത് നാടകത്തിലെ വേഷങ്ങളെ പോലെയാണ് ഇത്തരം ഉദ്യോഗസ്ഥർ എന്നാണ്. ആ ഉദ്യോഗസ്ഥർ രാജരംഗത്ത് പ്രവേശിക്കുന്നത് അവരുടെ ചാബല്യങ്ങളുടെയും പ്രവൃത്തികളുടെ ന്യൂനതകളെയും വാക്കുകളുടെ പുറത്തുവിടാനാണെന്നാണ് അദ്ദേഹം അക്കാലത്ത് സ്വദേശാഭിമാനിയോട് എഴുതി ജനങ്ങളുടെ മുന്നിൽ എത്തിച്ചത്. എസ് ഗോപാലാചാരിയെ മാറ്റി പുതിയ ദിവാനായി വന്ന പി രാജഗോപാലാചാരിയെ നിയമിച്ചപ്പോഴും രാമകൃഷ്ണപിള്ള സ്വാഗതം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം എഴുതിയത്. അക്കാലത്ത് പി രാജഗോപാലാചാര്യയുടെ മുൻകാല പ്രവർത്തനങ്ങളിൽ അദ്ദേഹം സന്തുഷ്ടനായിരുന്നു. എന്നാൽ രാമകൃഷ്ണപിള്ളയുടെ കണക്കൂട്ടൽ തെറ്റിച്ചുകൊണ്ട് മുൻ ദിവാനേക്കാൾ കൂടുതൽ അഴിമതിയും അബദ്ധസഞ്ചാരമുള്ളവനായിരുന്നു പുതിയതായിട്ട് വന്ന ദിവാൻ. ഉദ്യോഗസ്ഥരുടെ കളിപ്പാവപാത്രമായ ഈ ദിവാനെ സ്വദേശാഭിമാനിയുടെ അദ്ദേഹം കണക്കറ്റ വിമർശനത്തിനാണ് രാമകൃഷ്ണപിള്ള വിധേയമാക്കിയത്. അങ്ങനെ നിരവധി ലേഖനങ്ങൾ ദേവസ്വം വകുപ്പിനെ റവന്യൂ വകുപ്പിൽ നിന്ന് വേർപ്പെടുത്തി അവിടെ ക്രിസ്ത്യാനികൾക്കും മുസ്ലിമുകൾക്കും ജോലി കൊടുക്കണമെന്ന തന്റെ വാദം സ്വദേശാഭിമാനിയോടെ അദ്ദേഹം പുറത്തുവിട്ടു. ഇത് അധികാരത്തിൽ ഇരിക്കുന്നവരെ മാത്രമല്ല സവർണരെയും ശുഭദ്രാക്കി മാറ്റിയെന്ന് നമുക്ക് കാണാൻ സാധിക്കും. നോക്കൂ, സ്വദേശാഭിമാനിയിൽ രാമകൃഷ്ണപിള്ള എഴുതിയ ലേഖനത്തിന്റെ തലക്കെട്ടുകൾ മാത്രം മതി അതിന്റെ ഉള്ളടക്കം നമുക്ക് മനസ്സിലാക്കാൻ. അദ്ദേഹം അക്കാലത്ത് എഴുതിയ സ്വദേശാഭിമാനിയിൽ എഴുതിയ മുഖപ്രസംഗത്തിന്റെയും ലേഖനത്തിന്റെയും തലക്കെട്ടിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ തിരുവിതാംകൂറിലെ കൈക്കൂലിക്കാരും, കൈക്കൂലി പിശാചിന്റെ വിഭൂതികൾ, പള്ളിക്കെട്ട്, രണബദ്ധികളായ ഉദ്യോഗസ്ഥർ, തിരുവിതാംകൂർ മഹാരാജാവ് തിരുമനസറിയാൻ, തിരുവിതാംകൂറിലെ അഴിമതികൾ, പ്രജകളുടെ പണം, രാജ്യസേവകരും തിരുവിതാംകൂർ ഗവൺമെന്റും, സദാചാര ഭൂഷണം, ഇങ്ങനെ നിരവധി ലേഖനങ്ങളാണ് അക്കാലത്ത് സ്വദേശാഭിമാനിയുടെ രാമകൃഷ്ണപിള്ള പൊതുമധ്യത്തിൽ എത്തിച്ചത് നമുക്ക് അദ്ദേഹത്തിന്റെ ചരിത്ര വായനയിൽ കാണാൻ സാധിക്കും. സമയാസമയങ്ങളിൽ രാമകൃഷ്ണപിള്ള ഇത്തരം ലേഖനങ്ങൾ അദ്ദേഹം സ്വദേശാഭിമാനിയുടെ പുറത്ത് വിട്ടുകൊണ്ടേയിരുന്നു. ഇത് ഭരണശിലാകേന്ദ്രങ്ങളിൽ ഇരിക്കുന്നവരുടെ അടിത്തറ ഇളക്കാൻ തുടങ്ങിയ ഒരു സംഭവമായിട്ടാണ് ഇതിനെ വിലയിരുത്തപ്പെടുന്നത്. ആദ്യം അവർ രാമകൃഷ്ണപിള്ളയെ സ്വാധീനിക്കാൻ ശ്രമങ്ങൾ നടത്തി. ആ ശ്രമങ്ങൾ പരാജയപ്പെട്ടപ്പോൾ പത്രമുടമസ്ഥനായ വക്കം മൗലവിയെ സ്വാധീനിക്കാൻ ശ്രമങ്ങൾ നടത്തി. എന്നാൽ മൗലവി തുറന്നു പറഞ്ഞത് രാമകൃഷ്ണപിള്ളയുടെ സ്വാതന്ത്ര്യത്തിൽ ഇടപെടില്ല എന്നാണ്. ഈ രണ്ട് കാര്യങ്ങളും നിഷ്ഫലമായപ്പോൾ രാമകൃഷ്ണപിള്ളയെ ഏതെങ്കിലും വിധത്തിൽ തളർത്തണമെന്ന് അതിന് വേണ്ട ഗൂഢാലോചനകൾ അവർ അടിത്തട്ടിൽ അധികാര കേന്ദ്രം ശക്തമാക്കിയതായിട്ട് നമുക്ക് അദ്ദേഹത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നിരവധി ലേഖനങ്ങളിലൂടെ വിവാദങ്ങളുടെ തോഴനായി രാമകൃഷ്ണപിള്ള മാറി. അദ്ദേഹത്തിന്റെ വിവാദങ്ങളായ മറ്റ് എഴുത്തുകളിലേക്ക് കടന്നാൽ തിരുവനന്തപുരത്തെ ഉത്സവ മഠങ്ങളിലെ അഴിമതിയെക്കുറിച്ച് തുറന്നെഴുതിയതും
ആത്മജ്ഞാനം, ആത്മനിയന്ത്രണം, ആത്മാഭിമാനം എന്ന തലക്കെട്ടോടെ എഴുതിയ മറ്റൊരു ലേഖനവും ഏറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. മറ്റൊരു ലേഖനത്തിന്റെ പേര് വ്യവസായശീലരായ ഈഴവർ എന്നാണ്. എല്ലാ ജനങ്ങൾക്കും വിദ്യാഭ്യാസ സൗകര്യം ഏർപ്പെടുത്തിയ ഗെയ്ക്വാഡ് രാജാവിനെ പ്രശംസിച്ചുകൊണ്ട് എഴുതിയ ലേഖനമാണ് വ്യവസായശീലരായ ഈഴവർ എന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു നർത്തകിയായ ബാലാമണിയെക്കുറിച്ചുള്ള ലേഖനം. അബദ്ധസഞ്ചാരിയായ ആ നർത്തകിക്ക് വേണ്ടി ദിവാനടക്കം ഭരണതലത്തിൽ ബാലാമണിക്ക് വേണ്ടി രംഗത്ത് വന്നു അക്കാലത്ത്. എന്തിന്? ദിവാൻ തന്നെ ബാലാമണിയുടെ കഴുത്തിൽ സ്വർണ്ണമാല അണിയിച്ചു. ഇതിനെതിരെ രാമകൃഷ്ണപിള്ളയുടെ വാക്കുകൾ എഴുത്തിലൂടെ പിറന്നു നോക്കൂ. തിരുവിതാംകൂർ സംസ്ഥാനമേ, നിന്റെ അവസ്ഥ ഈ സ്ഥിതിയിൽ ആയല്ലോ. ഉത്കൃഷ്ടമായ ആദർശത്തോടെ ഭരിക്കപ്പെട്ടു പോന്ന നീ കേവലം പെൺകൂത്തുകൾക്ക് വശപ്പെട്ടു പോയ ഒരു ദുർമന്ത്രിയുടെ കീഴിൽ അകപ്പെട്ടു പോയല്ലോ. പ്രിയപ്പെട്ടവരെ, ഒരു വിലാപസ്വരത്തിലൂടെയുള്ള രൂക്ഷ വിമർശനമായിട്ടാണ് ഈ ലേഖനത്തെക്കുറിച്ച് പലരും അഭിപ്രായപ്പെട്ടുള്ളതെന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. രാമകൃഷ്ണപിള്ളയുടെ വിവാദമായ എഴുത്തുകളിലൂടെ നമ്മൾ സഞ്ചരിച്ചാൽ ഇനിയും കൂടുതലായിട്ട് പറയേണ്ടതുണ്ട്. എല്ലാം വിശദമായിട്ട് പ്രതിപാദിക്കുക എന്നത് ഈ അവസരത്തിൽ സാധിക്കില്ല. അനന്തപുരിയിലെ സാഹിത്യ സാംസ്കാരിക മേഖലയിൽ ഇതിനോടകം തന്നെ രാമകൃഷ്ണപിള്ള ഏറെ ശോഭിച്ചിരുന്നു. രാമകൃഷ്ണപിള്ളയുടെ എഴുത്ത് പോലെ തന്നെ പ്രസംഗങ്ങളും ഒരു വശീകരണ ശക്തി ഉണ്ടായിരുന്നതായിട്ട് പലരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. രാജകാര്യങ്ങളെ വിമർശിക്കുന്നതിനോടൊപ്പം തന്നെ അക്കാലത്ത് അറിയപ്പെട്ടിരുന്ന ചില ഉയർന്ന സാഹിത്യകാരന്മാരെയും രാമകൃഷ്ണപിള്ള വിമർശന വിധേയമാക്കിയിട്ടുണ്ട്. ഇത് ഭരണരംഗത്തെ പോലെ തന്നെ സാഹിത്യരംഗത്തും രാമകൃഷ്ണപിള്ളയ്ക്ക് ശത്രുക്കളെ ഉണ്ടാക്കി കൊടുക്കാൻ കാരണമായി മാറി എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അത്തരം ശത്രുക്കളെയൊന്നും തൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ യാതൊരു പരിഗണനയും രാമകൃഷ്ണപിള്ള നൽകിയിരുന്നില്ല എന്ന് നമുക്കും കാണാൻ സാധിക്കും. പലരും അക്കാലത്ത് രാമകൃഷ്ണപിള്ളയെ കടുംപിടുത്തക്കാരനെന്നും ധിക്കാരിയെന്ന് ആക്ഷേപിച്ചപ്പോൾ അതിനുള്ള മറുപടി ഒരു ചെറു പുഞ്ചിരി ആയിരുന്നത്രേ. പലർക്കും രാമകൃഷ്ണപിള്ളയോട് അനിഷ്ടമുണ്ടെങ്കിലും അതിൽ എത്രയോ മടങ്ങ് അദ്ദേഹത്തെ ജനങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്നു എന്നത് അദ്ദേഹത്തിന്റെ ചരിത്ര വായനയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. രാമകൃഷ്ണപിള്ള മുമ്പ് കേരളത്തിൽ പ്രസിദ്ധീകരിച്ച ഉദയഭാനു എന്ന നോവലിനെ കുറിച്ച് നമ്മൾ നേരത്തെ സംസാരിച്ചു. എന്നാൽ അതിനും എത്രയോ പ്രഹരശേഷിയുള്ള ഒരു നോവൽ അദ്ദേഹം സ്വദേശാഭിമാനിയിൽ പ്രസിദ്ധീകരിക്കേണ്ടായി. ആ നോവലിന്റെ പേര് പാറപ്പുറം എന്നാണ്. അതീവ പ്രഹരശേഷിയുള്ള ഒരു ബോംബ് എന്നാണ് ആ നോവലിനെ വിലയിരുത്തപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ഉദയഭാനു എന്ന നോവൽ പോലെ തന്നെ ഈ നോവലും രാമകൃഷ്ണപിള്ള എഴുതിയതായിരുന്നില്ല. ഈ നോവലിന്റെ കയ്യെഴുത്ത് പ്രതി പേര് വെക്കാതെ തപാലിൽ ലഭിക്കുകയായിരുന്നു രാമകൃഷ്ണപിള്ളയ്ക്ക്. ഞാൻ നിങ്ങൾക്ക് അപരിചിതനല്ല എന്നൊരു കുറിപ്പും അതോടൊപ്പം അടക്കം ചെയ്തിരുന്നു. പുസ്തകം തുറന്ന രാമകൃഷ്ണപിള്ള അതിലെ ഉള്ളടക്കം കണ്ട് സ്തംഭനായി എന്നാണ് അദ്ദേഹം തന്നെ പിന്നീട് അതിനെക്കുറിച്ച് എഴുതിയിട്ടുള്ളത്. അന്ന് നാട്ടിൽ നടന്നിരുന്ന പല ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ആ പുസ്തകത്തിൽ ഉണ്ടായിരുന്നത്. പരിശുദ്ധ പ്രേമത്തിന്റെ പ്രതീകങ്ങളായ ഗോമതിയും ബാസയുമാണ് പാറപ്പുറം എന്ന പ്രഹരശേഷിയുള്ള ബോംബായി വിശേഷിപ്പിക്കപ്പെട്ട ആ നോവലിലെ കഥാപാത്രങ്ങൾ. എന്നാൽ ഇതൊരു പ്രേമകഥയല്ല. അന്നത്തെ അഴിമതിയും ധൂർത്തും അധാർമികമായ നടപടികളെ കൊണ്ട് ദുഷിച്ചു നാറിയ ഒരു വ്യവസ്ഥിതിയെ ചോദ്യം ചെയ്യുന്നതാണ് ആ നോവൽ. കേരളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നോവലെന്നും ഈ നോവലിനെ പറ്റി വിശേഷിപ്പിക്കുന്നുണ്ട്. ഈ നോവലിന് വളരെയേറെ സ്വീകാര്യത കിട്ടിയെന്ന് പറയപ്പെടുന്നുണ്ട് അക്കാലങ്ങളിൽ. ഈ സ്വീകാര്യത മറ്റൊരു തരത്തിൽ വിനയായിട്ട് മാറിയിട്ടുണ്ട്. ഈ നോവലിനെ കുറിച്ച് അറിഞ്ഞ രാജസേവകര് നോവലിന്റെ പരസ്യത്തിനായി ഉപയോഗിച്ചിരുന്ന പോസ്റ്ററുകൾ നശിപ്പിക്കുകയും മാത്രമല്ല പുസ്തകങ്ങൾ വിൽക്കുന്നവർക്ക് പോലീസിന്റെ ഭീഷണിയും. പാറപ്പുറം എന്ന പ്രഹരശേഷിയുള്ള നോവൽ അധികാര കേന്ദ്രങ്ങളിൽ വളരെ വലിയ കോളിളക്കം തന്നെയാണ് സൃഷ്ടിച്ചുകൊണ്ടാണ് കടന്നുപോയെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അക്കാലത്ത് എല്ലാവരും വിശ്വസിച്ചിരുന്നത് രാമകൃഷ്ണപിള്ള തന്നെയായിരുന്നു ഈ നോവലിന്റെ ഗ്രന്ഥകർത്താവ് എന്നാണ്. ഇത് തന്നെയാണ് അധികാര കേന്ദ്രങ്ങളും ധരിച്ചു വെച്ചിരുന്നത്. ഇതോടുകൂടി രാമകൃഷ്ണപിള്ളയുടെ ഇത്തരം നടപടികൾ അത് അവസാനിപ്പിക്കണമെന്ന ആവശ്യം അധികാര കേന്ദ്രങ്ങളിൽ പ്രബലപ്പെട്ടു വന്നതായിട്ടും നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, അക്കാലങ്ങളിൽ ലോകത്ത് നടക്കുന്ന ഏതൊരു ചെറു ചലനവും രാമകൃഷ്ണപിള്ള ഏറെ ശ്രദ്ധിച്ചിരുന്നു. ആ ചലനങ്ങളെല്ലാം തന്നെ സ്വദേശാഭിമാനിയും ലേഖനമായും മുഖപ്രസംഗമായും വന്നുകൊണ്ടിരുന്നു. വെറും സ്വദേശാഭിമാനിയിലൂടെയുള്ള സമൂഹ നവീകരണമായിരുന്നില്ല രാമകൃഷ്ണപിള്ളയുടേത്. പാഠപുസ്തക നിർമ്മാണം, മദ്യപാനത്തിനെതിരെയുള്ള പ്രചാരണം, കേരളത്തിലെ ദലിതരുടെയും പിന്നോക്കക്കാരുടെയും സ്ഥിതികൾ മെച്ചപ്പെടുത്തുക, സ്ത്രീ സ്വാതന്ത്ര്യം, സോഷ്യലിസം, ഇങ്ങനെ നിരവധി പ്രവർത്തനങ്ങളിലാണ് അക്കാലത്ത് രാമകൃഷ്ണപിള്ള ഇടപെട്ടിരുന്നത്. സ്വദേശാഭിമാനിയിൽ എത്തിയതിനു ശേഷം വിശ്രമമില്ലാത്തൊരു ജീവിതമായി മാറി രാമകൃഷ്ണപിള്ളയുടേത്. ഒരു ഭാഗത്ത് വാളുമായി നിൽക്കുന്ന രാജ്യ സേവകരെ,
മറുഭാഗത്ത് വിമർശനത്തിന്റെ പേരിൽ ശത്രുപക്ഷത്തേക്ക് നീങ്ങിയ സുഹൃത്തുക്കൾ, കൂടാതെ പത്രം മുന്നോട്ട് കൊണ്ടുപോകാൻ അനുഭവിക്കുന്ന പ്രതിസന്ധി. ഈ പ്രതിസന്ധിക്കൊക്കെ ഇതിനൊക്കെ ഇടയിൽ അകപ്പെട്ടിട്ട് പോലും തൻ്റെ ആത്മധൈര്യം കൈവിടാൻ രാമകൃഷ്ണപിള്ള തയ്യാറായില്ല. അത് മാത്രമല്ല, ഒരു ഒറ്റയാൾ പട്ടാളമായി അദ്ദേഹം മുന്നോട്ട് നീങ്ങി എന്ന് നമുക്ക് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണാൻ സാധിക്കും. രാമകൃഷ്ണപിള്ളയെ ബന്ധപ്പെടുത്തി നമ്മൾ സംസാരിക്കുമ്പോൾ എടുത്തു പറയേണ്ട മറ്റൊരു സംഭവമാണ് 1908 തിരുവനന്തപുരത്ത് പിടിച്ചുകുലുക്കിയ ചാല ലഹള. കൈവണ്ടിയിലും കാളവണ്ടിയിലും കച്ചവടക്കാർ ചരക്കെത്തിക്കുന്നതിൽ പോലീസ് നിയന്ത്രണം ഏർപ്പെടുത്തിയതാണ് ചാല ലഹളയ്ക്ക് തുടക്കമെന്ന് പറയപ്പെടുന്നത്. പോലീസും കച്ചവടക്കാരും തമ്മിലുള്ള ഈ ഒരു പ്രശ്നം കുറച്ച് ദിവസത്തിനുള്ളിൽ വലിയൊരു ലഹളയിലേക്കാണ് വഴിമാറിപ്പോയത്. നിരവധി ആക്രമണങ്ങളാണ് ഇതിന്റെ ഭാഗമായിട്ട് അക്കാലത്ത് നടമാടിയതെന്ന് പറയപ്പെടുന്നുണ്ട്. കടയടപ്പ്, പോലീസ് മർദ്ദനം, പോലീസ് സ്റ്റേഷൻ തീവെപ്പ്, രാജകൊട്ടാരത്തിന് കല്ലേറ്, ഇങ്ങനെ നിരവധി ആക്രമണങ്ങൾക്കാണ് തിരുവനന്തപുരം നഗരം അക്കാലത്ത് സാക്ഷ്യം വഹിച്ചിട്ടുള്ളത്. ഇതേ തുടർന്ന് പോലീസ് കച്ചവടക്കാരുടെ പേരിൽ കള്ളക്കേസുകൾ ചാർജ് ചെയ്തു, നിരവധി നിരപരാധികളെ ശിക്ഷിക്കുകയുണ്ടായി. ഇതിനെതിരെ രാമകൃഷ്ണപിള്ള സ്വദേശാഭിമാനികളുടെ രംഗത്ത് വന്നു. ഒടുവിൽ 1909 കോടതി വിധി കച്ചവടക്കാർക്ക് അനുകൂലമായി മാറി. പോലീസുകാരടക്കം ശിക്ഷിക്കപ്പെട്ടു. ഇതിന്റെ പിന്നിൽ രാമകൃഷ്ണപിള്ളയാണെന്ന് ഗവൺമെന്റിന് അറിയാമായിരുന്നു. ഇതുകൂടി ആയപ്പോൾ രാമകൃഷ്ണപിള്ളയും ഭരണകൂടവും തമ്മിലുള്ള ശത്രുത ഒന്നുകൂടി ആളിക്കത്തി. ഈ സമയത്ത് തന്നെയാണ് ബിരുദധാരികളിൽ നിന്ന് ശ്രീമൂലം പ്രജാസഭയിലേക്ക് രാമകൃഷ്ണപിള്ളയെ തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇത് ഭരണകൂടത്തിന്റെ ഒത്താശപ്രകാരം ഭരണകൂടം അദ്ദേഹത്തെ പ്രജാമൂലം സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഭരണകൂടത്തിന്റെ ഒത്താശപ്രകാരം സാങ്കേതികവാദം ഉന്നയിച്ച് അന്നത്തെ ദിവാൻ അത് റദ്ദ് ചെയ്യാണ്ടായത്. ഇതുകൊണ്ടൊന്നും രാമകൃഷ്ണപിള്ളയുടെ പ്രവർത്തനങ്ങളെ പിന്തിരിപ്പിക്കാൻ പര്യാപ്തമായിരുന്നില്ല എന്നത് നമുക്ക് കാണാൻ സാധിക്കും. തുടർന്നാണ് വിവാദമായ മറ്റൊരു ലേഖനം അദ്ദേഹം എഴുതിയത്. ആ മുഖപ്രസംഗത്തിന്റെ പേര് ഗാർഹ്യമായ നടത്ത എന്നാണ്. ഈ ലേഖനത്തിൽ മുഴുവൻ ദിവാൻ രാജഗോപാലാചാര്യയുടെ സദാചാര വിരുദ്ധ നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം എഴുതിയത്. ദേവദാസിയുടെ മുന്നിൽ ദിവാൻ നടത്തിയ ചാബല്യങ്ങൾ ഒരു മറയും കൂടാതെ തന്നെ അദ്ദേഹം എഴുതി. പ്രിയപ്പെട്ടവരെ, ഈ ഒരു മുഖപ്രസംഗം തിരുവിതാംകൂറിൽ മാത്രമല്ല കേരളത്തിൽ ഒട്ടാകെ ചർച്ച ചെയ്യപ്പെട്ടു എന്ന് പറയപ്പെടുന്നുണ്ട്. ഇതോടെ സ്വദേശാഭിമാനി പത്രം നിരോധിക്കുമെന്നും രാമകൃഷ്ണപിള്ളയെ ജയിലിൽ അടയ്ക്കുമെന്നും വാർത്ത പരന്നു. ഒടുവിൽ ആദ്യം പറഞ്ഞതാണ് സംഭവിച്ചത്. നാവില്ലാത്തവരുടെ നാവായ സ്വദേശാഭിമാനി പത്രം നിരോധിച്ചു. പ്രസ് സർക്കാർ കണ്ടുകെട്ടി. പ്രിയമുള്ളവരെ, സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ തടവിൽ ഇടാനല്ല ആ നീചമായ ഭരണകൂടം തീരുമാനിച്ചത്. പിന്നെയോ പിറന്ന നാട്ടിൽ നിന്ന് എന്നേക്കുമായി നാടുകടത്താനാണ് നീചമായ ആ ഭരണകൂടം വിധി എഴുതിയതും നടപ്പാക്കിയതും. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ നാടുകടത്തൽ വാർത്ത ഏറെ ഞെട്ടലോടെയാണ് കേരളം കേട്ടത് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഒരു പേനയും ധരിച്ചിരുന്ന വസ്ത്രവുമായിട്ടാണ് രാമകൃഷ്ണപിള്ള തിരുവനന്തപുരത്തോട് വിട പറഞ്ഞത്. ആദ്യം പോയത് തിരുനെൽവേലിയിലേക്കാണ്. നാട് കടത്തിയതിൽ ആ പോരാളിക്ക് യാതൊരു ഭയപ്പാടും ഉണ്ടായിട്ടില്ല. പക്ഷേ തൻ്റെ കുടുംബത്തെ ഓർത്ത് വളരെയധികം വേദന അദ്ദേഹം അനുഭവിച്ചിരുന്നു. അതിന് പ്രധാനമായത് ആ കുടുംബം അനുഭവിച്ചിരുന്ന ദാരിദ്ര്യം തന്നെയാണ്. അദ്ദേഹം നാട് കടത്തിയ കാലത്ത് തൻ്റെ ജ്യേഷ്ഠൻ അയച്ച കത്തിലെ വരികൾ നോക്കൂ. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ജ്യേഷ്ഠന്റെ ദയാദൃഷ്ടി എൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ പതിയാൻ അപേക്ഷിക്കുന്നു എന്നാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വരിയിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന്റെ കുടുംബം അന്ന് അനുഭവിച്ചിരുന്ന ദാരിദ്ര്യം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രിയമുള്ളവരെ, രാമകൃഷ്ണപിള്ളയുടെ നാടുകടത്തിൽ ഇന്ത്യയിലെ പത്രങ്ങൾ വലിയ പ്രതിഷേധവുമായാണ് രംഗത്ത് വന്നത്. തിരുവിതാംകൂർ സർക്കാർ ചെയ്തത് ഭീമമായ തെറ്റാണെന്ന് ദി ഹിന്ദു റിപ്പോർട്ട് ചെയ്തു. സാധാരണ സംഗതിക്ക് അസാധാരണ ആയുധമെന്നാണ് മദ്രാസ് സ്റ്റാൻഡേർഡ് എഴുതിയത്. ഇത് രാക്ഷസീയ നടപടിയെന്ന് കൽക്കട്ട ബംഗാളി എഴുതി. നാട് കടത്തുന്നതിന് പകരം എന്തുകൊണ്ട് കേസെടുക്കാൻ തയ്യാറായില്ല എന്ന് ചോദിച്ചുകൊണ്ട് മദ്രാസ് ടൈംസ് മുഖപ്രസംഗം എഴുതി. കൽക്കട്ടയിലെ ദി എംപയർ എന്ന പത്രം അവരുടെ പ്രതിഷേധം മുഖപ്രസംഗത്തിലൂടെ പുറത്തുവിട്ടു. തിരുവിതാംകൂറിന് യോജിച്ച നടപടിയല്ല ഈ നാടുകടത്തിൽ എന്ന് ആരോപിച്ച് ലാഹോറിലെ പഞ്ചാബി തങ്ങളുടെ പത്രത്തിലൂടെ വിമർശിച്ചു. സർക്കാരിന്റെ ഈ നടപടി ഒരു സർക്കാരിനും യോജിച്ചതല്ലെന്ന് ലക്നൌവിലെ അഡ്വക്കേറ്റ് പത്രം എടുത്തു പറഞ്ഞു. ബ്രിട്ടീഷ് സർക്കാർ കൂടി ചെയ്യാത്ത പണിയാണിതെന്ന് അഹമ്മദാബാദിലെ ലീഡർ പത്രം റിപ്പോർട്ട് ചെയ്തു. ഇത് സ്വേച്ഛാധിപത്യവും അധികാരത്തിന്റെ അഹന്തയുമാണെന്ന് പൂണെയിലെ മറാഠ പത്രം അഭിപ്രായപ്പെട്ടു.
മലബാറിലെയും കൊച്ചിയിലെയും പല പത്രങ്ങൾ രൂക്ഷ വിമർശനമായി രംഗത്ത് വന്നെങ്കിലും തിരുവിതാംകൂറിലെ പല പ്രധാന പത്രങ്ങളും സർക്കാരിന്റെ ഈ നീചമായ നടപടിക്കെതിരെ മൗനം പാലിച്ചു എന്നതാണ് വസ്തുത. പ്രിയപ്പെട്ടവരെ, തിരുവിതാംകൂറിലെ പ്രധാന പത്രങ്ങൾ മൗനം പാലിക്കുക മാത്രമല്ല, ഈ രാജകീയ നടപടിയെ അനുകൂലിച്ചുകൊണ്ടാണ് എഴുതിയത്. സുഭാഷിണി, കേരള താരക, നസ്രാണി ദീപിക, ട്രാവൻകൂർ ടൈംസ്, വെസ്റ്റേൺ സ്റ്റാർ, കൊച്ചിൻ ആർഗസ് തുടങ്ങിയ പത്രങ്ങൾ ഈ നടപടിയെ അനുകൂലിച്ചുകൊണ്ട് എഴുതിയപ്പോൾ രാമകൃഷ്ണപിള്ളയ്ക്ക് കലവറയില്ലാത്ത പിന്തുണയായി എത്തിയത് മലബാറിലെ പത്രലോകവും മലബാറിലെ ജനങ്ങളുമാണെന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. തിരുനെൽവേലിയിൽ നിന്ന് രാമകൃഷ്ണപിള്ള പിന്നീട് പോയത് മദ്രാസിലേക്കാണ്. മദ്രാസിലെ മലയാളികൾ ഊഷ്മളമായ സ്വീകരണമാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയ്ക്ക് നൽകിയത്. മദ്രാസിലെ പല പത്രങ്ങളും അദ്ദേഹത്തെ ക്ഷണിച്ചെങ്കിലും അതെല്ലാം സ്നേഹപൂർവ്വം അദ്ദേഹം നിരസിക്കുകയാണ് ചെയ്തത്. ഈ സമയം അദ്ദേഹം തൻ്റെ ആഴത്തിലുള്ള വായന വിപുലമാക്കാനാണ് ഉപയോഗിച്ചത്. മദ്രാസിൽ നിന്ന് അദ്ദേഹം പാലക്കാട്ടേക്ക് താമസം മാറ്റി. പാലക്കാട്ട് വെച്ചാണ് മലേഷ്യ മലയാളികൾ അദ്ദേഹത്തിന് സ്വദേശാഭിമാനി ബിരുദ മുദ്ര തർപ്പണം നടത്തിയത്. പിന്നീട് എഴുത്തിൻ്റെയും വായനയുടെയും ലോകത്തിലേക്കാണ് തൻ്റെ സമയം കൂടുതലായിട്ടും അദ്ദേഹം മാറ്റിവെച്ചെന്ന് നമുക്ക് കാണാൻ സാധിക്കും. എഴുത്തുകാരെ അത്ഭുതപ്പെടുത്തുന്ന വിധത്തിലായിരുന്നു രാമകൃഷ്ണപിള്ള പാലക്കാട്ടും പിന്നീട് കണ്ണൂരും താമസിച്ചിരുന്ന കാലത്തെ രചനകൾ. മലയാളത്തിൽ ലക്ഷണമൊത്തൊരു നിഘണ്ടു രാമകൃഷ്ണപിള്ളയുടെ സ്വപ്നമായിരുന്നു. പക്ഷേ അത് പൂർത്തീകരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അക്കാലത്ത് അദ്ദേഹം എഴുതിയ ആദ്യ പുസ്തകം എന്ന് പറയപ്പെടുന്നത് തൻ്റെ നാടുകടത്തലിനെ കുറിച്ച് തന്നെയായിരുന്നു. ഒരു ദൃക്സാക്ഷി വിവരണ ശൈലിയിലാണ് രാമകൃഷ്ണപിള്ള ഈ പുസ്തകം രചിച്ചിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, കേരളക്കരയിൽ സോഷ്യലിസത്തിന്റെ ആദ്യ പ്രചാരകരിൽ ഒരാളായി നമുക്ക് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ കാണാൻ സാധിക്കും. റഷ്യയിൽ ഒക്ടോബർ വിപ്ലവം നടക്കുന്നതിന് മുമ്പേ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ഇന്ത്യയിലെ പത്രങ്ങൾ പോലും കൈകാര്യം ചെയ്യാത്ത കാലത്താണ് 1912 രാമകൃഷ്ണപിള്ള മഹാനായ മാർക്സിന്റെ ജീവചരിത്രം എഴുതിയത്. മാർക്സിന്റെ ജീവചരിത്രത്തോടൊപ്പം തന്നെ മാർക്സ് ലോകത്തിന് നൽകിയ നൂതന വ്യവസ്ഥകളെയും കുറിച്ച് രാമകൃഷ്ണപിള്ള പഠിച്ചു. സമഷ്ടിവാദം അഥവാ സോഷ്യലിസത്തിന്റെ ഉത്ഭവം, വളർച്ച, ഇതിലേക്ക് ഓരോ കാലത്തും ഓരോ മഹാന്മാർ നൽകിയ സംഭാവന, ഈ കാര്യങ്ങളെക്കുറിച്ച് മലയാളിക്ക് പകർന്നു നൽകിയത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ്. മഹാത്മാഗാന്ധിയുടെ ജീവചരിത്രം എഴുതിയ രാമകൃഷ്ണപിള്ള ആ പുസ്തകത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനം താനും കുടുംബവും പട്ടിണി അനുഭവിക്കുമ്പോഴും ദക്ഷിണാഫ്രിക്കയിലെ സമരത്തിന് സഹായമായിട്ട് അദ്ദേഹം ആ തുക നൽകിയെന്ന് നമുക്ക് അദ്ദേഹത്തിന്റെ ഉള്ളിലെ മനുഷ്യ സ്നേഹത്തെ തിരിച്ചറിയാൻ ഈ ഒരു കാര്യം മാത്രം മതി നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ മാർക്സിന്റെയും ഗാന്ധിയുടെയും ജീവചരിത്രം മലയാളത്തിൽ ആദ്യമായി എഴുതിയത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ്. പുസ്തകരചനയിൽ രാമകൃഷ്ണപിള്ളയുടെ വലിയ സംഭാവന എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് വൃത്താന്ത പത്രപ്രവർത്തനം എന്ന മഹത് ഗ്രന്ഥമാണ്. ശൈശവ ദിശയിലായിരുന്ന മലയാള പത്രപ്രവർത്തനത്തെ അത് സമ്പുഷ്ടമാക്കാനും ഈ രംഗത്തേക്ക് കടന്നു വരുന്നവരെ പ്രാപ്തരാക്കാനും വേണ്ടി കിട്ടാവുന്ന അറിവുകൾ ശേഖരിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ കൃതി എഴുതിയത് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, നിരന്തരമായ എഴുത്തും വായനയും ഇതുമൂലം അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി കൂടുതൽ വഷളായി തുടങ്ങി. ഇതിനിടയിലാണ് കുന്നംകുളത്ത് നിന്ന് പ്രസിദ്ധീകരിച്ചിരുന്ന ആത്മപോഷണിയുടെ ചുമതല വഹിക്കാനുള്ള ക്ഷണം രാമകൃഷ്ണപിള്ളയെ തേടി വന്നത്. അതിന്റെ ഭാഗികമായ ചുമതല അദ്ദേഹം ഏറ്റെടുത്തു. അതോടെ മലയാള മാസികകളുടെ മുൻനിരയിലേക്ക് ആത്മപോഷണി ഉയർന്നു വന്നു. ഇതിനിടയിൽ കൂടുതൽ അവശനാവുകയും അദ്ദേഹത്തിന്റെ രോഗം ക്ഷയമാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. എഴുത്തിൽ നിന്നും വായനയിൽ നിന്നും വിട്ടുനിൽക്കാൻ ഭാര്യ പ്രേരിപ്പിച്ചെങ്കിലും അദ്ദേഹം അതിന് തയ്യാറായില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം പറഞ്ഞത് നോക്കൂ, എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ മരിക്കണമെന്നാണ്. വലത് കൈ മരിച്ചാലും ഇടത് കൈ കൊണ്ട് ഞാൻ എഴുതും, എന്നെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കരുതേ എന്നാണ് രാമകൃഷ്ണപിള്ള തൻ്റെ ഭാര്യയോട് സൂചിപ്പിച്ചത്. പ്രിയപ്പെട്ടവരെ, രോഗം കൂടുതൽ വഷളായിട്ട് പോലും അദ്ദേഹം തൻ്റെ സാഹിത്യ പ്രവർത്തനം നിർത്തിയില്ല. ഈ രോഗാവസ്ഥയിലും 2 പുസ്തകങ്ങൾ അദ്ദേഹം എഴുതി. ഒന്ന് മന്നന്റെ കന്നത്വം, മറ്റൊന്ന് നരകത്തിൽ നിന്ന് എന്നാണ് ആ പുസ്തകങ്ങളുടെ പേര്. 1915 സെപ്റ്റംബറോടെ രാമകൃഷ്ണപിള്ളയുടെ രോഗം അതീവ ഗുരുതരാവസ്ഥയിലേക്ക് നീങ്ങി. താൻ മരണത്തിലേക്ക് നീങ്ങുകയാണെന്ന് അദ്ദേഹത്തിന് തോന്നിയിരിക്കാം. അതുകൊണ്ടാവാം തൻ്റെ ഗ്രന്ഥങ്ങളുടെ അവകാശം കുട്ടികൾക്ക് നൽകിക്കൊണ്ടുള്ള പ്രമാണത്തിൽ അദ്ദേഹം ഒപ്പുവെച്ചത്. മരണം അടുത്തെത്തിയപ്പോൾ കുട്ടികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ പിതാവ് പറഞ്ഞത് നോക്കൂ, സത്യവും സന്മാർഗവും വെടിഞ്ഞ് നടക്കരുതെന്നും നല്ലവരായി തന്നെ ജീവിക്കണമെന്നുമാണ്. പ്രിയപ്പെട്ടവരെ, അനീതിക്കെതിരെ തൻ്റെ പേന ആയുധമാക്കി ജനിച്ച നാട്ടിൽ നിന്നും രാജദ്രോഹിയാണെന്ന് മുദ്രകുത്തി ആട്ടിയോടിക്കപ്പെട്ട
രാജസ്നേഹിയായ പത്രപ്രവർത്തന ചരിത്രത്തിലെ ശോഭിക്കുന്ന ശോണ നക്ഷത്രം 1916 മാർച്ച് 28 ഈ ലോകത്തോട് വിട പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, മൂന്നായി കിടന്നിരുന്ന ഈ കേരളത്തിന്റെ വടക്കേ അറ്റത്ത് ജനിച്ച സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള ആ ദേശാഭിമാനിയുടെ ഭൗതിക ശരീരം ഏറ്റുവാങ്ങിയത് കേരളത്തിലെ വടക്കേ അറ്റത്തെ പയ്യാമ്പലം കടപ്പുറമാണ്. 38-ാം വയസ്സിലാണ് ആ കർമ്മയോഗി വിട പറഞ്ഞത്. ഒരു പത്രാധിപന്റെ കടമ എങ്ങനെ ആവണമെന്നും ഒരു പത്രത്തിന്റെ കടമ എന്താണെന്നും മലയാളിക്ക് പകർന്നു നൽകിയ രാജ്യദ്രോഹി എന്ന് സർക്കാർ മുദ്രകുത്തിയ രാജസ്നേഹിയായ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ചരിത്രം, ആ ചരിത്രം കൂടുതലായി അറിയാനുള്ള പഠനങ്ങളും ശ്രമങ്ങളും ഇനിയും ഉണ്ടാവേണ്ടതുണ്ട് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ ചരിത്ര പഠനത്തിന്റെ ഭാഗമായുള്ള അനുസ്മരണം അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും സ്നേഹാഭിവാദ്യങ്ങൾ.